എട്ടാമത്തത് എമർജൻസി മെഡിക്കൽ ഇവാക്യുവേഷൻ കവറാണ്. സം ഇൻഷുർഡ് 5, 10, 15 ലക്ഷമുള്ളവരിൽ 2% ഇത് നിജപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി 25,000 രൂപ. അതേപോലെ തന്നെ സം ഇൻഷുർഡ് 20, 25, 50 ലക്ഷം ഉള്ള കേസുകളിൽ 2% അവിടെയും നിജപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പരമാവധി തുക 50,000 രൂപയാണ്. എന്താണ് ഈ എമർജൻസി മെഡിക്കൽ ഇവാക്യുവേഷൻ കവർ? വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, സുനാമി പോലെയുള്ള പ്രകൃതി ക്ഷോഭത്താലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ പ്രഖ്യാപിക്കുന്ന ലോക്ക്ഡൗൺ, കർഫ്യൂ, അടിയന്തരാവസ്ഥ പോലെയുള്ള സ്ഥിതിഗതികളെ തുടർന്ന് ഒരു ഇൻഷുർ ചെയ്ത വ്യക്തി താമസിക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വേണ്ട മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാതിരിക്കുകയും അവിടെ അയാൾ കുടുങ്ങിപ്പോവുകയും ആണെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്നും അടിയന്തരമായി ഒഴിപ്പിക്കുകയോ ഏറ്റവും അടുത്ത മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്നതിനുമുള്ള ഒരു വ്യവസ്ഥ പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ സം ഇൻഷുർഡ് പ്രകാരമുള്ള ലിമിറ്റുകളാണ് ഈ ഒരു വ്യവസ്ഥയ്ക്ക് ബാധകമാകുന്നത്. കുറേ അധികം വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. ഒന്ന്, രോഗിയുടെ രോഗാവസ്ഥ അങ്ങനെയൊരു ഒഴിപ്പിക്കൽ നിർബന്ധമായും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അടിയന്തരമായി ചികിത്സ കിട്ടുന്ന ഏറ്റവും അടുത്ത മെഡിക്കൽ ഫെസിലിറ്റിയിലേക്ക് മാറ്റാവുന്നതാണ്. 2, ക്യാൻസർ മൂലം രോഗിക്ക് പെട്ടെന്നുണ്ടാകുന്ന സിഗ്നിഫിക്കൻ്റായി വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ അയാളുടെ ആരോഗ്യം കൂടുതൽ വഷളാകാൻ കാരണം ആകാതിരിക്കുവാൻ അങ്ങനെയുള്ള ഒരു ഒഴിപ്പിക്കൽ ആവശ്യമായി വരികയാണെങ്കിൽ അങ്ങനെ. മൂന്നാമത്തെ കണ്ടീഷൻ, മുൻകൂട്ടി നിശ്ചയിച്ച ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു ഇവാക്യുവേഷൻ്റെ പരിധിയിൽ വരില്ല. നാലാമത്തത്, ഈ മെഡിക്കൽ ഇവാക്യുവേഷൻ ബന്ധപ്പെട്ട TPAയുടെ പ്രീ ഓതറൈസേഷന് വിധേയമായിരിക്കണം. അത് സാധിച്ചില്ല എങ്കിൽ പ്രീ ഓതറൈസേഷൻ പിന്നീട് ഇവാക്യുവേഷന് ശേഷം എത്രയും നേരത്തെ എടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസത്തിനുള്ളിൽ പ്രീ ഓതറൈസേഷൻ എടുത്തിരിക്കണം. യാതൊരു തരത്തിലും പ്രീ ഓതറൈസേഷൻ സാധ്യമാകുന്നില്ല എന്ന് കമ്പനിക്ക് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രമേ കമ്പനി അതിനുശേഷം പ്രീ ഓതറൈസേഷൻ എടുത്തില്ല എന്ന കാര്യം ഒഴിവാക്കുകയുള്ളൂ. 5, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കമ്പനി തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ അടിയന്തര സ്വഭാവം ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ മെഡിക്കൽ കണ്ടീഷൻ, അയാൾക്ക് യാത്ര ചെയ്യുവാനുള്ള കഴിവ്, സമാന സാഹചര്യങ്ങൾ, എയർപോർട്ട് അവൈലബിലിറ്റി, സർക്കാർ നിർദ്ദേശങ്ങൾ, റെയിൽ റോഡ് യാത്രാ സൗകര്യം, കാലാവസ്ഥ, അതേപോലെ തന്നെ പോകേണ്ടുന്ന ദൂരം, ഇതെല്ലാം കണക്കിൽ എടുക്കും. 6, ഇങ്ങനെ ഒരു മെഡിക്കൽ ഇവാക്യുവേഷൻ നടത്തുമ്പോൾ അത് ഒരു എമർജൻസി ആണ് എന്ന് കണക്കിലെടുത്ത് ഇവാക്യുവേഷൻ പൂർണ്ണമാകുന്നത് വരെ രോഗിയുടെ കൂടെ ഒരു യോഗ്യതയുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ കൂടി ഉണ്ടായിരിക്കണം. 7, ഇവാക്യുവേഷൻ ഉപയോഗിക്കുന്ന വാഹനം സ്പെഷ്യൽ എയർക്രാഫ്റ്റോ കൊമേഴ്ഷ്യൽ എയറോപ്ലെയിനോ ട്രെയിനോ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ആംബുലൻസ് ആണെങ്കിൽ അതൊരു മെഡിക്കലി എക്വിപ്ഡ് വാഹനം ആയിരിക്കണം. 8, ഈ ഒരു ആനുകൂല്യം ഇന്ത്യയിൽ മാത്രമേ ലഭ്യമാകൂ. 9, ഇങ്ങനെ നടത്തുന്ന ഇവാക്യുവേഷൻ ഏറ്റവും ഡയറക്റ്റ് ആയതും അതേപോലെ എക്കണോമിക്കലായ റൂട്ടും ആയിരിക്കണം. 10, പോളിസി ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമേ ഈ ഒരു ആനുകൂല്യം ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ. 9ാമത്തെ കവറേജ്, റീകൺസ്ട്രക്ഷൻ ഓഫ് അഫക്റ്റഡ് ബോഡി പാർട്ട് പോസ്റ്റ് ക്യാൻസർ സർജറി. ക്യാൻസർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാധിക്കപ്പെട്ട അവയവത്തിൻ്റെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ഇത്. ഇവിടെ ലഭിക്കുന്ന ആനുകൂല്യം പോളിസി പ്രകാരമുള്ള സം ഇൻഷുർഡും അതിൻ്റെ ക്യുമുലേറ്റീവ് ബോണസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർന്ന് വരുന്ന തുകയാണ്. ക്യാൻസർ സർജറി മൂലം ബാധിക്കപ്പെട്ട അവയവം മാറ്റിവെക്കുന്നതിനും പോളിസി പ്രകാരം ആ ശസ്ത്രക്രിയ അനുവദനീയമാകുക കൂടി വേണം. 10ാമത്തേത് ഓർഗൻ ഡോണർ എക്സ്പെൻസസ് ആണ്. ഇൻഷുർഡ് പേഴ്സൺ, അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തി തന്നെ അവയവ സ്വീകർത്താവ് ആകുമ്പോൾ ഇവിടെ ലഭിക്കുന്ന ആനുകൂല്യം പോളിസി പ്രകാരമുള്ള സം ഇൻഷുർഡും അതിൻ്റെ ക്യുമുലേറ്റീവ് ബോണസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർന്ന് വരുന്ന തുകയാണ്. അവയവം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളും ഇതിൽ വരുന്നതാണ്. സെൻട്രൽ അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പാസ്സാക്കിയിരിക്കുന്ന 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട്, അതിൻ്റെ അമെൻമെൻറ്റ്സ് എല്ലാം ഇവിടെ ബാധകമായിരിക്കും. ഇവിടെയും 1-2 കണ്ടീഷനുകൾ ബാധകമാണ്. ഇങ്ങനെ ദാനം ചെയ്യുന്ന അവയവം ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് മാത്രമേ ഉപയോഗിക്കുവാൻ പറ്റുകയുള്ളൂ. ഇൻഷുർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ക്ലെയിം ഹോസ്പിറ്റലൈസേഷൻ സെക്ഷനിൽ അനുവദനീയമായിരിക്കണം. ഈ ഒരു സെക്ഷൻ ഒരു അവയവം ലഭിക്കുവാൻ വരുന്ന അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന ചെലവോ അല്ലെങ്കിൽ അവയവത്തിൻ്റെ വിലയോ ഉൾപ്പെടുന്നതല്ല എന്നുകൂടി ഓർമ്മിക്കുക. അവയവം ദാനം ചെയ്യുന്ന ആളിൻ്റെ സ്ക്രീനിങ്ങിന് ആവശ്യമായി വരുന്ന ചെലവുകൾ ഈ ഒരു പോളിസിയിൽ ഉൾപ്പെടുന്നതല്ല. അവയവം ദാനം ചെയ്യുന്ന ആളിൻ്റെ പ്രീ അതേപോലെ
പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്ന ചെലവുകളും ഈ ഒരു പോളിസിയിൽ ഉൾപ്പെടുന്നത് അല്ല. ഇനി 11ാമത്തെ കവറേജ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. ഇതിൽ പ്രകാരം ഹോസ്പിറ്റലൈസേഷൻ മുൻപുള്ള 45 ദിവസത്തെ ചെലവുകളും ഹോസ്പിറ്റലൈസേഷന് ശേഷമുള്ള 90 ദിവസത്തെ ചെലവുകളും ലഭിക്കുന്നതാണ്. ഇവിടെയും ചില കണ്ടീഷനുകൾക്ക് വിധേയമായിട്ടാണ് ഈ ക്ലെയിം ലഭിക്കുക. പോളിസി പ്രകാരം ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം അഡ്മിസിബിൾ ആയിരിക്കണം. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കും ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള അതേ ഇൽനെസ്സിനുമുള്ള ചെലവുകൾ തന്നെ ആയിരിക്കണം. ഒരു ഇൽനെസ്സിന് ഒരാൾ ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ദിവസമായിരിക്കും ഡേറ്റ് ഓഫ് അഡ്മിഷനായി കണക്കാക്കുക. ഇനി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളിലേക്ക് വന്നാൽ 90 ദിവസം വരെയുള്ള ചെലവുകൾ കിട്ടുന്നതാണ്. ഇവിടെയും പ്രീ ഹോസ്പിറ്റലൈസേഷന് പറഞ്ഞതുപോലെയുള്ള ചില കണ്ടീഷനുകൾ ബാധകമാണ്. പോളിസി പ്രകാരം ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം അഡ്മിസിബിൾ ആയിരിക്കണം. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കും ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള അതേ ഇൽനെസ്സിനുമുള്ള ചെലവുകൾ തന്നെ ആയിരിക്കണം. ഒരു ഇൽനെസ്സിന് ഒരാൾ ഏറ്റവും അവസാനം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന ദിവസമായിരിക്കും ഡേറ്റ് ഓഫ് ഡിസ്ചാർജായി കണക്കാക്കുക. ഇനി 12ാമത്തെ കവറേജ് ഹോസ്പിറ്റലിൻ്റെ ഔട്ട് പേഷ്യൻ്റ് വിഭാഗത്തിൽ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായി ചെലവാകുന്ന തുക. സം ഇൻഷ്വേർഡ് അതേപോലെ ക്യുമുലേറ്റീവ് ബോണസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് വരുന്ന തുകയാണ് ഇവിടെ ലിമിറ്റ്. 13ാമത്തെ കവറേജ് ഡേ കെയർ സെൻറ്റർ എക്സ്പെൻസസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ്. ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കായി ഏതെങ്കിലും ഡേ കെയർ സെൻറ്ററിൽ ചെലവാകുന്ന തുകയാണ് ഈ ഒരു കവറേജിൻ്റെ പരിധിയിൽ വരിക. ആനുകൂല്യം നേരത്തെ പറഞ്ഞതുപോലെ സം ഇൻഷ്വേർഡ് അതേപോലെ ക്യുമുലേറ്റീവ് ബോണസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് വരുന്ന തുകയാണ് ഇവിടെയും ലിമിറ്റ്. 14ാമത്തെ കവറേജ് സെക്കൻഡ് ഒപ്പീനിയൻ ഫോർ സർജറി. ഒരു ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഡോക്ടറുടെ പക്കൽ നിന്നും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുവാൻ ആവശ്യമായി വരുന്ന ചെലവാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. ആനുകൂല്യം ഇങ്ങനെയാണ്: 5, 10, 15 ലക്ഷം സം ഇൻഷ്വേർഡ് ഉള്ള പോളിസികളിൽ 5000 രൂപയും 20, 25, 50 ലക്ഷം സം ഇൻഷ്വേർഡ് ഉള്ള പോളിസികളിൽ 10,000 രൂപയുമാണ് സെക്കൻഡ് ഒപ്പീനിയന് പരമാവധി ലഭിക്കുക. 15ാമത്തെ കവറേജ് പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ആനുകൂല്യം. അതിങ്ങനെയാണ്: 5, 10, 15 സം ഇൻഷ്വേർഡ് ഉള്ള പോളിസികളിൽ 5000 രൂപയും 20, 25, 50 ലക്ഷം സം ഇൻഷ്വേർഡ് ഉള്ള പോളിസികളിൽ ഇത് 10,000 രൂപയുമാണ്. പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പിന് നമ്മളിത് പരമാവധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. ഒരു പോളിസി പീരീഡിൽ ഒരു തവണ മാത്രമേ ഈ ഒരു ആനുകൂല്യം ലഭിക്കൂ. രോഗി ക്യാൻസറിൽ നിന്നും പൂർണ്ണ മുക്തി നേടിയിട്ടുണ്ടാകണം. അതേപോലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ 6 മാസത്തേക്ക് ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും രോഗി എടുത്തിട്ടുണ്ടാകാനും പാടില്ല. ഇതിനെ NED അതായത് നോ എവിഡൻസ് ഓഫ് ഡിസീസ് എന്ന് പറയും. 16ാമത്തെ കവറേജ് ക്യാൻസർ കെയർ ബെനിഫിറ്റ് ആണ്. പോളിസിയുള്ള ഒരാൾക്ക് പോളിസി കാലാവധിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ക്യാൻസർ ആദ്യമായി കണ്ടെത്തുകയും TNM ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അത് സ്റ്റേജ് 4 ക്യാൻസർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ സം ഇൻഷ്വേർഡിൻ്റെ 50% ക്രിട്ടിക്കൽ കെയർ ബെനിഫിറ്റ് ആയിട്ട് നൽകുന്നതാണ്. അനുവദനീയമായ ക്ലെയിം തുക നൽകുന്നതിന് പുറമെയാണ് ഇത്. മാത്രമല്ല ഈ ഒരു ബെനിഫിറ്റ് നിലവിലുള്ള സം ഇൻഷ്വേർഡിന് പുറമെയാണ് ഒരാളുടെ ലൈഫ് ടൈമിൽ ഒരു തവണ മാത്രമേ ഈ ആനുകൂല്യം കിട്ടുകയുള്ളൂ. ഓരോ ഇൻഷ്വർ ചെയ്ത വ്യക്തിക്കും ഇത് പരമാവധി 10 ലക്ഷമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ക്യാൻസർ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനായിട്ടുണ്ടായിരിക്കുന്ന വ്യക്തികളിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതുമല്ല. TNM ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? T എന്നാൽ ട്യൂമറിൻ്റെ സൈസും വലിപ്പവുമാണെങ്കിൽ N എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ഉള്ള ലിംഫ് നോഡ്സിൻ്റെ എണ്ണമാണ്. M എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ക്യാൻസർ മെറ്റാസ്റ്റാസൈസ് ചെയ്തിട്ടുണ്ടോ എന്നതുമാണ്. 17ാമത്തെ കവറേജ് ക്യുമുലേറ്റീവ് ബോണസ് ആണ്. എല്ലാ ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിലും അടുത്ത പോളിസി റിന്യൂവൽ സമയത്ത് 5% വെച്ച് സം ഇൻഷ്വേർഡ് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പരമാവധി കൂടുന്നത് സം ഇൻഷ്വേർഡിൻ്റെ 50% വരെ ആയിരിക്കും. ഉദാഹരണത്തിന് ഒരാളുടെ സം ഇൻഷ്വേർഡ് 20 ലക്ഷം രൂപയാണ് എന്ന് കരുതുക. പോളിസി എടുത്ത അടുത്ത വർഷം അയാൾക്ക് ക്ലെയിം ഒന്നുമില്ലെങ്കിൽ അടുത്ത വർഷം പോളിസി പുതുക്കുമ്പോൾ സം ഇൻഷ്വേർഡായ 20 ലക്ഷത്തിൻ്റെ കൂടെ അതിൻ്റെ 5%-ആയ 1 ലക്ഷം രൂപ പ്രീമിയത്തിൽ മാറ്റമൊന്നും വരാതെ തന്നെ കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. ഇങ്ങനെ കൂട്ടിച്ചേർത്ത പരമാവധി ഈ കണക്കിൽ 10 ലക്ഷം വരെ കൂട്ടിച്ചേർക്കപ്പെടാം. ഇനി 6ാം വർഷം സം ഇൻഷ്വേർഡ് 25 ലക്ഷമായി എന്ന് വിചാരിക്കുക. ആ വർഷം അദ്ദേഹത്തിന് ഒരു ക്ലെയിം ഉണ്ടായാൽ അടുത്ത വർഷം കൂട്ടിച്ചേർത്ത അതേ റേറ്റിൽ 5% അടുത്ത വർഷം പോളിസിയിൽ കുറയുന്നതാണ്. പിറ്റേ വർഷം സം ഇൻഷ്വേർഡ് 24 ലക്ഷം ആകുകയും ചെയ്യും. ഇനി ആരെങ്കിലും പോളിസിയിലെ സം ഇൻഷ്വേർഡ് ഏതെങ്കിലും ഒരവസരത്തിൽ കുറയ്ക്കുകയാണെങ്കിൽ ആ കുറഞ്ഞ സം ഇൻഷ്വേർഡിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും ക്യുമുലേറ്റീവ് ബോണസിന് എടുക്കുക. 18ാമത്തെ കവറേജ് പോളിസിയുടെ സാർക്ക് രാജ്യങ്ങളിലേക്കുള്ള എക്സ്റ്റൻഷനാണ്. സാർക്ക് അറിയാം, നിങ്ങൾക്കറിയാം സാർക്ക് എന്താണെന്ന്.
സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷനാണത്. സാർക്ക് രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇവിടങ്ങളിലേക്ക് ചികിത്സയ്ക്കായി അധിക പ്രീമിയം അടയ്ക്കാതെ തന്നെ പോളിസി എക്സ്റ്റെൻഡ് ചെയ്യുവാൻ പറ്റും. ഇങ്ങനെ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ എന്ന്, എത്ര നാൾ, ഏത് രാജ്യം, ഇതെല്ലാം കാണിച്ച് കമ്പനിയുടെ അനുവാദം നേരത്തെ തന്നെ വാങ്ങിയിരിക്കണം. ഇങ്ങനെ വരുന്ന ക്ലെയിമുകളിൽ ക്യാഷ്ലെസ് സംവിധാനം ഉണ്ടാകില്ല. 19ാമത്തെ കവറേജ് ടെലിമെഡിസിൻ ആൻഡ് ടെലി കൺസൾട്ടേഷൻ എക്സ്പെൻസസ് ആണ്. ഈ പോളിസിയിൽ ലഭ്യമാണിത്. 5, 10, 15, 20 ലക്ഷം സം ഇൻഷുർഡുള്ള പോളിസികളിൽ പോളിസി കാലയളവിൽ ഒരു ഇൻഷുർഡിന് 2000 രൂപയാണ് ഇതിൽ ലഭിക്കുക. 25ഉം 50ഉം ലക്ഷം സം ഇൻഷുർഡുള്ള പോളിസികളിൽ പോളിസി കാലയളവിൽ ഒരു ഇൻഷുർഡിന് 5000 രൂപയുമാണ് ഇവിടെ ലഭ്യമാകുക. അപ്പോൾ ഇത്രയുമാണ് പോളിസിയുടെ കവറേജുകൾ. ഇനി ഈ പോളിസിയുടെ പ്രീമിയം ഒരാളുടെ പ്രായം, എടുക്കുന്ന സം ഇൻഷുർഡ്, അയാളുടെ ജെൻഡർ, ഇതൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ജെൻഡർ എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, തേർഡ് ജെൻഡർ അഥവാ ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കൊക്കെ പ്രീമിയം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രീമിയം നിരക്ക് നിശ്ചയിക്കുന്നതിൽ ഒരു കാര്യം കൂടി മാനദണ്ഡമായി എടുത്തിട്ടുണ്ട്. ടുബാക്കോ യൂസർ, നോൺ ടുബാക്കോ യൂസർ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തവർക്ക് പ്രീമിയം കുറവും ഉപയോഗിക്കുന്നവർക്ക് പ്രീമിയം കൂടുതലും ആയിരിക്കും. പുരുഷന്മാരെക്കാൾ പ്രീമിയം കൂടുതലാണ് സ്ത്രീകൾക്ക്. അവരെക്കാൾ പ്രീമിയം കൂടുതലാണ് ട്രാൻസ്ജെൻഡേഴ്സിന്. ഇതിൻ്റെ കാരണം ഈ വിഭാഗങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിലും അതുപോലെ തന്നെ സ്ത്രീകളിലും ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് റേറ്റ് കൂടുതലാണ് എന്നതുകൊണ്ടാണ്. ഈ പോളിസിക്ക് 75 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ്. പോളിസിയിൽ കുറേയേറെ എക്സ്ക്ലൂഷൻസും ഉണ്ട്. ഈ വീഡിയോ തന്നെ കുറച്ചധികം നീളം കൂടി പോയതുകൊണ്ട് ഇപ്പോൾ ഞാനതെല്ലാം പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ്, എന്തൊക്കെയാണ് മറ്റ് കണ്ടീഷൻസ്, ഇതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം. നിങ്ങളുടെ താല്പര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.